نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രകില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഭാരമായ തൗഫീഖിനാൽ റമളാനിൻ്റെ ഒരു ഭൂരിപക്ഷവും പുൽകാനും വാരിപ്പുണരാനും ആ നന്മകൾ നേടിയെടുക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. നാം നിർവഹിച്ച നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വതക്കയാകട്ടെ, സക്കാത്താകട്ടെ, മറ്റു സൽപ്രവർത്തനങ്ങളാകട്ടെ, അവയെല്ലാം റഹ്മാനായ റബ്ബ് സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. റബ്ബ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അത് ധൂളികളെ പോലെ ആകുമല്ലോ. പ്രിയപ്പെട്ടവരെ, അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്നും ഉണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളുടെ പര്യവസാനമാണ് പരിശോധിക്കുക, കണക്കാക്കുക എന്നുള്ളതാണ്. റമളാനിന്റെ ആദ്യത്തെ 2-10 പിന്നിട്ട് ഇനി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത് റമളാനിന്റെ ഒരു പക്ഷേ ഒരു വെള്ളിയാഴ്ച, അടുത്തൊരു വെള്ളിയാഴ്ച റമളാന് നമുക്ക് കിട്ടണമെന്നില്ല. ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാകാം റമളാൻ മാസത്തിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ദിവസം നന്മകളിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി. ഇനിയുള്ള സമയങ്ങളിൽ അതീവ ജാഗ്രതയും അതീവ ശ്രദ്ധയും നാം ഓരോരുത്തരും പുലർത്തണം. ഇല്ല എങ്കിലോ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയായി പോകുന്നൊരവസ്ഥയുണ്ടാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അതേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവസാന 10ലേക്ക്, ആ അശ്റുൽ അവാഖിറിലേക്ക് കടന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദ മിഅ്സറഹു, ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതീവ താല്പര്യത്തോടെ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരക്കെട്ട് മുറുക്കിയെടുക്കുമെന്ന ഈ ഹദീസിനെ തന്നെ പണ്ഡിതന്മാർ മറ്റു രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ, തന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളത് ഈ ഒരു പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഉലമാക്കൾ നമ്മെ പരിചയപ്പെടുത്തിയത്. പിന്നീട് എന്താ പ്രവാചകന്റെ രീതി എന്നുള്ളത്, രാത്രിയെ ജീവിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അവസാന 10ലേക്ക് കടന്ന് ഏതാനും ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാവർത്തികമാക്കിയ ആ മഹത്തായ സുന്നത്ത്, ആ കർമ്മങ്ങളോടുള്ള അതീവ താല്പര്യം, സ്വർഗം കിനാവ് കണ്ടിട്ടുള്ള പ്രവർത്തനം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രി പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ കണ്ണു തുറന്ന് നാം ഇരുന്നിട്ടുണ്ടോ? റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ ഇന്നലെയുടെ രാത്രി പ്രിയപ്പെട്ടവരെ നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ നമ്മോട് ചോദിക്കണം. ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമിച്ചിരുന്നു അവസാന 10 എന്നുള്ളത് ഹദീസുകൾ വളരെ വ്യക്തമായി മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെയൊക്കെ വില എപ്പോഴാണ് ബോധ്യപ്പെടുക എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്, ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹിഹി മിൻ യൗമി മുലിദ ഇലാ യൗമി യമൂതു ഹറമൻ ഫീ മറളാത്തില്ലാഹി തആല ലഹഖറഹു യൗമൽ ഖിയാമ. എത്ര ഗൗരവമേറിയിട്ടുള്ള ഹദീസാണെന്നറിയോ? ഒരു വ്യക്തിയുണ്ടല്ലോ, ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹിഹി മിൻ യൗമി മുലിദ ഇലാ യൗമി യമൂത്, അവനവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ കാലയളവ് മുതൽ അതേ ഇലാ യൗമി യമൂത്, മരണം വരെ റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ച പ്രവർത്തനങ്ങളിൽ മാത്രം മുന്നേറിക്കൊണ്ട് അവനവന്റെ ജീവിതത്തെ ക്രമീകരിച്ചു. അവൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം പോലും ചെയ്തിട്ടില്ല. അള്ളാഹുവിന് അതിർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി നാളെ ഖിയാമത്ത് നാളിൽ, അവന്റെ വിചാരണയുടെ നാളിൽ പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ നന്മകളും തിന്മകളുടെയും ആ ഏട് ലഭിക്കുന്ന ആ സമയമുണ്ടല്ലോ, അവന്റെ നന്മകൾ അവിടെ അവൻ എങ്ങനെയാ തോന്നുക എന്നറിയോ? ലഹഖറഹു യൗമൽ ഖിയാമ, വളരെ നിസ്സാരമായി തോന്നുന്ന ആ കർമ്മത്തെ വളരെ നിസ്സാരമായിട്ടായിരിക്കും കാണുക എന്ന് പ്രിയപ്പെട്ടവരെ, എങ്ങനെ ജനിച്ചത് മുതൽ മരണം വരെ റബ്ബിന്റെ തൃപ്തിക്ക് മാത്രം പ്രവർത്തിച്ചൊരു വ്യക്തിയുടെ അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയത്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്? അതല്ലേ പ്രിയപ്പെട്ടവരെ ഹദീസ് പഠിപ്പിച്ചത്? ഒരു വ്യക്തി അവന്റെ ചെറുപ്രായം മുതൽ മരണം വരെ സുജൂദിൽ കടന്നു. സുജൂദ് എന്നുള്ളത് എത്ര മഹത്തരമായിട്ടുള്ള കർമ്മമാണ്, എത്ര പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. തന്റെ അടിമയുടെ അടുത്തേക്ക് റഹ്മാനായ റബ്ബ് ഏറ്റവും അടുക്കുന്ന സന്ദർഭമേതാ, സമയമേതാ, സ്ഥലമേതാ എന്നുള്ള ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ സുജൂദ് എന്നുള്ളതല്ലേ ആ സുജൂദിൽ കിടന്ന വ്യക്തിക്കും നാളെ അവന്റെ പ്രവർത്തനം നാളെ ഖിയാമത്ത് നാളിൽ നിസാരമായി തോന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. ഓരോ വ്യക്തിയും തന്റെ സ്വന്തം കാര്യത്തിനായി വാദിച്ചു കൊണ്ടുവരുന്ന ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതെന്തോ അത് നിറവേറ്റിക്കൊടുക്കപ്പെടുന്ന, അവർക്ക് അനീതിക്ക് വിധേയരാകാത്ത ഒരു ദിവസത്തില് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും സ്വന്തം കാര്യത്തെപ്പറ്റി ആവലാതിയിലാണ്. ഉമ്മയില്ല, വാപ്പയില്ല, തന്റെ ചാരത്ത് കിടന്ന ഇണയില്ല, താൻ പൊന്നോമനെ പോലെ നോക്കിയ തന്റെ മക്കളും ഇല്ല. ആരില്ല അവിടെ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ കുല്ലുൻ യഖൂലു നഫ്സി നഫ്സി. അതേ ഓരോരുത്തരും പറയും നഫ്സി നഫ്സി, എന്റെ സ്വന്തം കാര്യം, മറ്റൊന്നും എന്നെ അലട്ടുന്നില്ല. ലാ യഹുമ്മുഹു സിവാ നഫ്സി, എന്റെ സ്വന്തം കാര്യത്തെ പറ്റിയിട്ടുള്ള ആവലാതിയല്ലാതെ
പിന്നെ മറ്റൊന്നും അലട്ടുന്നില്ല എന്ന് മനുഷ്യൻ അവിടെ വിലമ്പുന്ന, വേദനിക്കുന്ന, അട്ടഹസിക്കുന്ന ആ നിമിഷങ്ങൾ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയാ, ഫഫീ ദാലികൽ യൗമി യഫ്തഖിറുൽ അബ്ദു ഇലാ ഹുസൂലി മിസ്ഖാല ദർറത്തിൻ മിനൽ ഖൈർ. അതേ, ഒരു അടിമ മിസ്ഖാല ദർറത്ത്, ഒരു അണിമണി തൂക്കം നന്മ ലഭിക്കാൻ പോലും ഓരോ അടിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് കെഞ്ചുന്ന ആ കർമ്മത്തിന്റെ വിഷയത്തിൽ അവൻ ദരിദ്രനാകുന്ന, ആ കർമ്മത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്ന നിമിഷം മിസ്ഖാല ദർറത്ത്. എന്താ മിസ്ഖാല ദർറത്ത്? അണിമണി തൂക്കം അല്ലേ? ആധുനിക അറബി ഡിക്ഷണറികൾ വെച്ച് പ്രിയപ്പെട്ടവരെ, മിസ്ഖാല ദർറത്തിനെ പരിശോധിച്ചാൽ ആറ്റമൊക്കെ ഉണ്ടല്ലോ, തന്മാത്രകളൊക്കെ അല്ലേ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത അത്രയും മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ, അതിനാണ് മിസ്ഖാല ദർറത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കർമ്മം കിട്ടണമെന്ന് മനുഷ്യ നാളെ ഖിയാമത്ത് നാളിൽ ആഗ്രഹിക്കും. അവൻ ദരിദ്രനായിരിക്കും അവന്റെ കർമ്മങ്ങളുടെ വിഷയത്തിൽ. ഖിയാമത്ത് നാളിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത്, മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഖബറിലെത്തിയാൽ അവന്റെ ആഗ്രഹം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണല്ലോ. മൻ സാഹിബുൽ ഖബർ, സഹാബ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ആരാണ് സഹാബ? സഹാബത്ത് പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തിയാണ് പ്രവാചകരെ, ഇന്നാലിന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? റകഅത്താനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. സഹാബ, നിങ്ങൾ കൊതിക്കുന്ന ഈ ദുനിയാവിന്റെ സുഖലോലിപതയുടെ ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആർഭാടത്തിന്റെ ആ സുന്ദര നിമിഷങ്ങൾ നിങ്ങൾ കിനാവ് കാണുന്നുണ്ടല്ലോ, അതിനേക്കാൾ ഈ വ്യക്തി കൊതിക്കുന്നത് എന്താണെന്നറിയോ? ഖബറിൽ കിടന്നിട്ട് റകഅത്താനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാ, 2 റക്അത്ത് നിസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഖൗല വാചകം നാം മനസ്സിലാക്കിയതാണല്ലോ. തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി ലതമന്നൂ, ഖബറിൽ കിടക്കുന്നവരോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ ലതമന്നൂ യൗമൻ മിൻ റമളാന, റമളാനിന്റെ ഒരു ദിവസമായിരിക്കും അവർ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ വാരിക്കൂട്ടാനും തിന്മകളോട് വിട്ടുവീഴ്ചയില്ലാതെ നോ പറയാനും, സ്വന്തം ഇച്ഛകളെ പിടിച്ചു കെട്ടാനും, പിശാചിന്റെ പ്രലോഭനങ്ങളോട് പൊരുതാനും, പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി വിശ്വാസിയെ തേടി കടന്നു വരില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ സമയം പാഴാക്കിയാൽ നാളെ ഖബറിന്റെ അന്ധകാരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ നിമിഷവും പടച്ച റബ്ബേ, ഈ റമളാനിന്റെ ദിനത്തിൽ എനിക്ക് അവസരം കിട്ടിയിട്ട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖും സാഹചര്യവും സൗകര്യവും കിട്ടിയിട്ട് ചെയ്തില്ലല്ലോ എന്ന പേരിൽ മനുഷ്യർ ഖേദിക്കുന്ന അവരാത്ത ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പേടിച്ചിരുന്നു എന്നുള്ളതാ. അവരവരുടെ മരണവേളയിൽ ഏറെ സങ്കടപ്പെട്ട് വേദനിച്ച് ആവരാതിപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളെ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ കഴിയും. ഇന്നമാ അബ്കി, ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയോ? എന്റെ ഈ മരണവേളയിൽ ഞാൻ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്നറിയോ? അതേ, എന്റെ മരണശേഷവും നോമ്പുകാര് അതേ നോമ്പ് നോൽക്കും. ഇവിടെ നോമ്പ് അവസാനിക്കാൻ പോകുന്നില്ല, ഇവിടെ റമദാനുകൾ അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ അവരിൽ ഉണ്ടാവില്ലല്ലോ. ദിക്ർ ചെല്ലുന്നവർ, റഹ്മാനായ റബ്ബിനെ സ്മരിക്കുന്നവര്, എന്റെ മരണശേഷവും അവരത് തുടർത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ അവരിൽ ഉണ്ടാവില്ലല്ലോ. അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നവർ നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അവരിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മുൻഗാമികൾ പ്രിയപ്പെട്ടവരെ കരഞ്ഞിരുന്നത്. അവർക്ക് അവരുടെ റബ്ബിന് വേണ്ടിക്കൊണ്ട് അവന്റെ റബ്ബിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിലുള്ള സങ്കടം അവരെ അലട്ടിയിരുന്നു. നമ്മെ അങ്ങനെ അലട്ടിയിട്ടുണ്ടോ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല വലിയ പ്രതാപമുള്ള സ്വഹാബി വര്യനാണ്. ഹിജ്റ 43കളിലാണ് അദ്ദേഹത്തിന്റെ അവസാന സമയം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് വല്ലാതെ കരയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൻ ഇരിക്കുന്നുണ്ട്. പൊന്നുപ്പ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യാ അബത അമാ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ. പൊന്നുപ്പ,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ ഉപ്പ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഉപ്പ നിങ്ങൾ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, നീണ്ട ചരിത്രമാണ്. എന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്ദല മാ യുഇദ്ദു ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പരലോകത്ത് കരുതി വെക്കാൻ എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി കുൻതു അലാ അത്ബാഖിൻ സലാസ. എനിക്ക് 3 ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന് എൻ്റെ ജാഹിലിയ കാലഘട്ടം, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ലഖദ് റഅയ്തുനി വമാ അഹദുൻ അശദ്ദ ബുഗ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, എൻ്റെ റസൂൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ പ്രവാചകനെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആ സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ നരകവാസിയാകുമായിരുന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്തെന്നറിയോ? ഫലമ്മാ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി. എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പാവനമായ ആശയത്തെ, ആദർശത്തെ ഇട്ടു തന്ന നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത സമയത്ത് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു. അംർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അംർ ചെയ്ത് കൂട്ടിയ കുറെ ചെയ്തികളുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ, അത് അല്ലാഹു പുറത്തു തരുമോ? അത് അല്ലാഹു മാപ്പേകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. അംറേ, ഒരാളെ ഇസ്ലാം അവന്റെ മുമ്പുള്ള എല്ലാവിധ ചെയ്തികളെയും പാപങ്ങളെയും പുഴുക്കുത്തരിക്കുന്ന അവസ്ഥകളെയും കഴുകിക്കളയുമെന്നും ഇല്ലാതാക്കി കളയുമെന്നും നിനക്കറിയില്ലയോ? വലിയ ആശ്വാസത്തിന്റെ വാക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈ വിഷയം മരണവേളയിൽ പറയുന്നു, ഞാൻ ആ നേരത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ സ്വർഗീയവാസിയാകുമായിരുന്നു. കാരണം എല്ലാ ചെയ്ത തിന്മകളെയും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേര് എൻ്റെ റബ്ബിനെനിക്ക് പുറത്തു തന്നല്ലോ. അദ്ദേഹത്തിന്റെ 3ാമത്തെ ഘട്ടം പറയുന്നത് ഹിജ്റ 43 കാലഘട്ടത്തിലാണല്ലോ മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് എന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഭരണപരമായ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഫിത്നകൾക്കും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പിന്നീട് അവിടെ നിന്നുള്ള ജീവിത കാലയളവിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിൽ വല്ല വീഴ്ചയും വന്നിട്ട് എന്റെ റബ്ബെങ്ങാനും എനിക്ക് സ്വർഗം തരില്ലേ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ അവർ അലട്ടിയിരുന്നു. 60, 40, 70, 80, 25, 30 വയസ്സുള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ലേ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തെയും നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയുമോ? നാം ചെയ്തു കൂട്ടിയ തിന്മകളെ പ്രിയപ്പെട്ടവരെ ഒരു പേപ്പറിൽ എഴുതാൻ നമുക്ക് കഴിയുമോ? നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ കൃത്യമല്ലേ, വ്യക്തമല്ലേ? നാം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ? പക്ഷെ അല്ലാഹുവിന്റെ അരികിൽ അത് കൃത്യമാണ്, വ്യക്തമാണ്. ഒരു വാക്ക് പോലും നമ്മൾ സംസാരിക്കുന്നില്ല, അല്ലാഹു രേഖപ്പെടുത്തിയിട്ടല്ലാതെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു വിചാരണ പ്രിയപ്പെട്ടവരെ ഈ റമളാനിന്റെ ദിനങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കുണ്ടാകണം. കാരണം ഈ റമളാൻ കിട്ടിയിട്ടും തന്റെ പാപങ്ങളെ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് പാപമോചനം തേടി സ്വർഗീയ അവകാശിയാകാനുള്ള പണികളിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ മുഖം കുത്തി വിടട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാമിയാണ്. ആമീൻ പറഞ്ഞത് ആരാ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരിക എന്ന് നമുക്കറിയോ? ഐനമാ തകൂനു യുദ്രിക്കുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഏത് കോട്ട കൊട്ടാരങ്ങൾക്കുള്ളിലാണെങ്കിലും നിങ്ങളുടെ മരണം പിടികൂടുന്നതാണ്.
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ നിങ്ങൾ എന്ത് സമ്പാദിക്കുമെന്നോ, നാളെ നിങ്ങൾ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നോ നിങ്ങൾക്കറിയില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന അല്ലാഹുവിന്റെ കലാമാണല്ലോ. നോക്കിയേ നിങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോണം. നാളേക്ക് വേണ്ടി ഈ റമദാൻ നമുക്ക് കിട്ടും. ഖുർആൻ ഒന്ന് കൃത്യമായി പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ ബാങ്ക് ബാലൻസുകളിൽ നിന്ന് റബ്ബിന്റെ മാർഗത്തിലേക്ക് സ്വതക്ക കൊടുക്കാൻ നമ്മുടെ മനസ്സ് അനുവദിച്ചിട്ടില്ല എങ്കിൽ, തന്റെ ജീവിതത്തിലെ തിന്മകളെ ഒന്ന് കഴുകിക്കളയാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ മനസ്സ് തോന്നിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര നിർഭാഗ്യവാന്മാരാവും അറിയും. ഇനി നമുക്ക് എവിടെ അവസരം? വലിയ വലിയ പിശാചുക്കൾ ചങ്ങല കിട്ടാ മാസത്തിൽ, റബ്ബ് ഒരുപാട് കാരുണ്യം നൽകിയ മാസത്തിൽ നമുക്ക് നേരാവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അലി റളിയല്ലാഹു തആല ഖബറിന്റെ അരികിൽ പോയിട്ട് പറയട്ടെ, യാ അഹ്ലൽ ഖുബൂർ, ഈ ഖബറിൽ കിടക്കുന്നവരെ, അമ്മാ അസ്വാജുകും ഫഖദിനു ബിഹഖ്, നിങ്ങളുടെ ഇണകളുണ്ടല്ലോ അവര് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ. വ അമ്മാ ദിയാറുകും ഫഖദ് സുകിനത്, നിങ്ങൾ ജീവിതത്തിന്റെ സിംഹഭാഗം ബാക്കി വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിങ്ങളുടെ വീടുകളില്ലേ, അതിൽ മറ്റാരൊക്കെയോ താമസിക്കുന്നുണ്ട്. വ അമ്മാ അംവാലുകും ഫഖദ് ഖുസിമത്, നിങ്ങൾ ചോരനീരാക്കി ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ അതെല്ലാവരും വീതം വെച്ചെടുത്തിട്ടുണ്ട്. കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഒട്ടേച്ചു പോയത്. വസുറൂഇൻ വ മഖാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും പാർപ്പിടം മാന്യമായ പാർപ്പിടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. അലി റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് പറയാം, ആ ഖബറിൽ കിടക്കുന്നവരെങ്ങാനും സംസാരിക്കുമായിരുന്നുവെങ്കിൽ ലൗ തകല്ലമ അഹ്ലുൽ ഖുബൂരി ലഖാലൂ, അവർ പറയുമായിരുന്നു വജദനാ ഖൈറസ്സാദി തഖ്വ, ഏറ്റവും വലിയ പാതയും തഖ്വയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ തഖ്വ പ്രിയപ്പെട്ടവരെ റമളാനിന്റെ ദിനങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യം. അതല്ലേ ഉലമാക്കൾ പറഞ്ഞേ, സും ദുനിയാ വജഅൽ ഫിത്രകൽ മൗത്ത്, ഈ ദുനിയാവിലെ എല്ലാ ദിവസവും നോമ്പ് നോറ്റോ. നിന്റെ നോമ്പ് തുറ എപ്പോഴാണെന്നറിയോ? നിന്റെ മരണം നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് വരുന്ന സമയത്താ. അദ്ദുനിയാ കുല്ലുഹാ ശഹ്റു സിയാമിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും നോമ്പാണ്. യസൂമൂന ഫീഹി അൻശഹവാത്തിൽ മുഹറമാത്, അവരെങ്ങനെയാ നോമ്പ് നോക്കുന്നത്? വൃത്തികെട്ട മ്ലേച്ഛമായ ഹറാമുകളിൽ നിന്ന് അവരുടെ മനസ്സിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് അടക്കി പിടിച്ചുകൊണ്ടിട്ടുള്ള നോമ്പ് മക്കൾ പറഞ്ഞു തന്നതാ. പ്രിയപ്പെട്ടവരെ, റമളാനിലും അല്ലാത്ത കാലത്തും നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണം. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചില്ലേ, ഒരു വ്യക്തി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് കൂടുതൽ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹയുടെ മഹത്വം കുറച്ചതല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞെന്താ, സുബ്ഹാനല്ലാഹ് എന്നുള്ളത് അത്തർ ഉപയോഗിക്കുന്ന പോലെ, സുഗന്ധം ഉപയോഗിക്കുന്ന പോലെ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് സോപ്പ് ഉപയോഗിക്കുന്നത് പോലെയാണ്. ജീവിതത്തിലെ കറകളെ കഴുകിക്കളയാൻ പ്രിയപ്പെട്ടവരെ ഈ റമളാനിന്റെ ദിനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ചൊല്ലാൻ കഴിയണം. നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ധാരാളം പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം, അല്ലേ? ജീവിതത്തിലെ ഒരു അറാബിയുടെ ചരിത്രം എന്താണെന്നറിയോ? ചരിത്രം ഹജ്ജാജ് ബിൻ യൂസഫ് സഖഫി എന്ന് പറഞ്ഞ ക്രൂരനാണ് ഹജ്ജാജ്. എന്നാൽ ചില നല്ല സ്വഭാവങ്ങൾ അറബികൾക്ക് ഉണ്ടാവും. ആ നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളൊപ്പം കൂട്ടണം എന്നുള്ളത്. അങ്ങനെ തേടിപ്പിടിച്ചിട്ട് ഒരു അറാബിയാണ് കിട്ടിയ സമയത്ത് അറാബി നോമ്പുകാരനാണ്. ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്, ഹലുമ്മ അയ്യുഹൽ അറാബി ലിതനാവല തആമൽ ഗദാ, ഭക്ഷണം കഴിക്കാൻ എന്റെ പിന്നാലെ വരണം. അറാബി പറഞ്ഞു, ദഅാനി ഇല സിയാം ഫഅന സ്വായിം, നോമ്പുകാരനാണ്. ഹജ്ജാജ് ചോദിച്ചു, തസുമു ഫീ മിസ്ലി ഹാദിൽ യൗമി അലാ ഹരിഹി,
ഈ കഠിനമായ ചൂടിൽ എങ്ങനെയാണ് നീ നോമ്പ് നോൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ വലിയ കഠിനമായ ചൂട് നാളെ കാഫിരിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകത്തിനുണ്ട്. അത് എനിക്ക് താങ്ങാൻ കഴിയൂല, അതെനിക്ക് സഹിക്കാൻ കഴിയൂല. പജാജ് പറയുന്ന ഇന്ന് നോമ്പ് മുറിക്ക്, നാളെ നിനക്ക് നോമ്പ് നോൽക്കാം. എല്ലാ റോയൽ ഫുഡാണല്ലോ. ഹജ്ജാജ് എന്ന ധനാഢ്യനാണ്, സമ്പന്നനാണ്, വലിയ രാജാവാണ്. അറാബിക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത ഭക്ഷണങ്ങളാണ് മുന്നിൽ നിരത്തിയിട്ടുള്ളത്. നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ അറാബിയുടെ മനസ്സെങ്കിലും നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്നൊരു ഉറപ്പ് അമീറെ താങ്കൾ എനിക്ക് തരുമെന്ന എങ്ങനെയാ കുറിക്കാം? പ്രിയപ്പെട്ടവരെ, നാളെ അടുത്ത സെക്കൻഡിൽ, അടുത്ത മിനിറ്റിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇല്ല എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരാനന്തരം സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഹദീസാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി ചോദിക്കുക, മൻ അസ്ബഹ മിൻകുൽ യൗമ സായിമ, ഇന്ന് ആരാണ് ഒരു നോമ്പുകാരനായിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ഇന്നലെ നോമ്പ് നോൽക്കണം എന്ന് ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പ് നോറ്റില്ല. സുന്നത്ത് നോമ്പാട്ടോ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാകിന്നി ഹദ്ദസ്തു നഫ്സി ബിസ്സൗമിൽ ബാരിഹ, റസൂലേ, ഞാൻ ഇന്നലെ നോമ്പ് നോൽക്കണം എന്ന് ഉദ്ദേശിക്കുകയും ചെയ്തു എന്ന് നോമ്പുകാരനാണ്. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം എന്താ? ഹൽ അഹദും മിൻകുമുൽ യൗമ ആദ മരീദ, ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചോ? ചോദിക്കണ സമയം എപ്പോഴാ? സുബഹിന്റെ നേരത്താ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന സമയമായിട്ടുണ്ടോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, പ്രഭാതമായിട്ടില്ലല്ലോ, പോകാനുള്ള സമയമായിട്ടില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബലഗനി അന്ന അഖി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഷാക്കി, എന്റെ സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ അബ്ദുറഹ്മാന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത്. അബ്ദുറഹ്മാന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഹൽ മിൻകും അഹദുൻ അത്അമൽ യൗമ മിസ്കീന, ഇന്ന് ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചോ സുബഹിന്റെ നേരത്തെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ഈ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഭിക്ഷാടകനുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. ആ കയറി വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറ്റൊന്നുമില്ല. എൻ്റെ കുട്ടിയായിട്ടുള്ള അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു ഹുബസിന്റെ, ഒരു കുബൂസിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നന്മകൾ ചെയ്യുന്ന രംഗത്ത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ആ വലിയ സൗഭാഗ്യം ലഭിക്കുന്നവരെ നാം ഉൾപ്പെടുക. റഹ്മാനായ റബ്ബ് നാം നിർവഹിച്ച ഓരോ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് ലഭിക്കുന്ന അടിമകളിൽ ഇനി നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വെള്ളിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ വിശ്വാസികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിലേക്ക് നാം കടക്കും. അപ്പം അതിനു മുന്നോടി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആഘോഷവും ആരാധനയാണ്. ഏതൊരു ആഘോഷത്തിനും ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ദിവസം നമ്മിൽ ഉണ്ടാവാൻ, നമുക്ക് ആ ഒരു ദിവസത്തിൽ പങ്കെടുക്കാൻ റബ്ബ് തൗഫീഖ് തരികയാണെങ്കിൽ അവിടെ പാലിക്കപ്പെടേണ്ട മുഴുവൻ സുന്നത്തുകളും പാലിച്ചുകൊണ്ടായിരിക്കണം
ആ ഒരു ദിവസത്തെ കാണേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് സകാത്തുൽ ഫിത്റാണ്. അത് നമ്മളൊക്കെ ഇപ്പോഴല്ല നമ്മുടെ പള്ളിയിലും മറ്റുമൊക്കെ അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? സകാത്തുൽ ഫിത്ർ കൊടുക്കണം. നമ്മളെല്ലാ വർഷം കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ മുഴുവൻ വിധിവിലക്കുകളും മറ്റുമൊന്നും പറയുന്നില്ല. ആരും കൊടുക്കാനുള്ള മനസ്സ് എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടാകണം. സകാത്തുൽ ഫിത്രി തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫതി വതുഅമതൻ ലിൽ മസാകീൻ. എന്താണ് സകാത്തുൽ ഫിത്ർ? നോമ്പുകാരനിൽ വന്നിരിക്കുന്ന ചെറിയ വീഴ്ചകളെയും ചെറിയ പാപങ്ങളെയും ശുദ്ധീകരിക്കുവാനും സാധുക്കൾക്ക് ഭക്ഷണവുമാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു നീയത്തോടു കൂടെ തന്നെ പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധയുണ്ടാകണം. പലപ്പോഴും ഇനിയിപ്പോൾ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുടുംബത്തിലേക്കൊക്കെ പോകുമ്പോൾ അതല്ല അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി എന്നുള്ളത്. നോക്കിയേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തിൻ ഫഹിയ സകാത്തുൽ മഖ്ബൂല. സകാത്തുൽ ഫിത്ർ എപ്പോഴാണ് കൊടുക്കേണ്ടത്? നിസ്കാരത്തിന്റെ മുമ്പേ, അപ്പോഴാണ് സ്വീകരിക്കപ്പെടുന്ന സകാത്ത് ആവുക എന്ന. ഒമൻ അദ്ദാഹ ബഅദ സ്വലാത്ത്, എന്നാലോ ഞാൻ നിസ്കാരത്തിന് ശേഷം കൊടുത്താലോ ഫഹിയ സദഖത്തു മിനസ് സദഖാത്ത്, അതൊരു സദഖയുടെ കൂട്ടത്തിലാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ ആ വിഷയമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പള്ളിയിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നിശ്ചിത തുകയായിരിക്കും. ആ തുക നമ്മൾ കൊടുത്താൽ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള അരിയോ എല്ലാം മേടിച്ചിട്ട് അത് അതിന് അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കും. ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈദ് ഇസ്വ, ആ ഒരു വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. മറ്റൊന്ന് എന്നുള്ളത്, നമ്മുടെ പള്ളിയെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. വേറെ ആരും പ്രിയപ്പെട്ടവരെ കടന്നു വരാനില്ല. നമുക്ക് എത്ര തൗഫീഖോടുകൂടി ഭംഗിയായിട്ട് ജുമുഅയിലും ജമാഅത്തിലും നമസ്കാരങ്ങളിലും നോമ്പുതുറകളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോ അതിന് കൃത്യമായിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന ഏറ്റവും നല്ലൊരു തുക ഞാൻ എൻ്റെ പള്ളിക്ക് കൊടുക്കുമെന്നൊരു തീരുമാനം നമ്മൾ ഉണ്ടാവുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ദാനധർമ്മം ചെയ്യുന്നവരെ പുണ്യം കരസ്ഥമാക്കൂല എന്ന് ആയത്തിറങ്ങിയ അബൂതൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് എന്താ പറഞ്ഞത്? വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ. റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്നുള്ള ബൈറുഹാ തോട്ടം, കിളികളുടെ കളകളായ ശബ്ദമുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ തോട്ടത്തിൽ കയറിയിരുന്ന് വെള്ളം കുടിച്ചിരുന്ന ആ തോട്ടം, അത് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഞാൻ സ്വതക്ക കൊടുക്കുകയാണെന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു പള്ളിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ വലിയൊരു തൗഫീഖ് കിട്ടും ഇതിൻ്റെ ഒരു പരിപാലനത്തിനും മറ്റുമൊക്കെ കൊടുത്താൽ നമ്മൾക്ക് ചിന്തിക്കണേൽ എത്രയോ അപ്പുറമായിരിക്കും ഉണ്ടാവുക. അവിടെ ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണം, എന്താ എത്ര പ്രയാസമുള്ളത്, ഞാനാണ് തരാട്ടോ എന്ന് പറഞ്ഞത്. നമുക്ക് എന്താ ഉണ്ടാവുക അവിടെ? നമുക്ക് സ്വർഗത്തിലാണ്. ഇവിടെ എല്ലാം നമുക്ക് കിട്ടുക. ഇവിടെ ഒരു സ്ഥാനമാനമല്ലേ സ്വർഗത്തിൽ അള്ളാഹിന്റെ അടുത്ത് നമ്മൾക്ക് കണക്കാക്കുന്നതിന് എത്രയോ അപ്പുറത്തുള്ള സ്ഥാനമാന റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സഹോദരങ്ങൾ, നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവർ, അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം നൽകണേ. അവരനുഭവിക്കുന്ന ഭയത്തിന് പകരം സമാധാനം കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ ദുവലിൽ ഖലീജിലുമുള്ള മുസ്ലിം ഉമ്മത്തിന് അഹ്ലു സുന്നയുടെ ആളുകൾക്ക് അല്ലാഹുവേ ധൈര്യം കൊടുക്കണേ അല്ലാഹ്, സ്ഥൈര്യം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. അഹ്ലു സുന്നക്കെതിരെ ആരാരും പ്രവർത്തിക്കുന്നുവോ റബ്ബേ അവരെ നശിപ്പിക്കണേ നാഥ, അവരെ നശിപ്പിക്കണേ നാഥ, അവരെ നശിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഇബാദത്തുകൾ ചെയ്യാൻ കൊതിയുണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ രോഗകാരണത്താൽ മറ്റു പ്രതിസന്ധികൾ കാരണത്താൽ റബ്ബേ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ റബ്ബേ പരിഹാരം നൽകണേ അല്ലാഹുവേ. ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി ഒരു വിശ്വാസിയുടെ മുഴുവൻ അടയാളങ്ങളും ഉൾക്കൊള്ളുന്ന മരണം പുലുകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരവും ഒറ്റ നോമ്പും കൊടുത്ത സ്വതക്കയും മറ്റു സൽക്കർമ്മങ്ങളും റബ്ബേ സ്വീകരിച്ച് സ്വർഗീയ പൂന്തോപ്പിലൊരിടം നൽകണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوة ويقضي الحاجات. اللهم اعتقنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.